ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ അകത്തോണ്ടിരിക്കുമ്പോഴുണ്ട് ഭയങ്കരമായ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഒരു തന്നെ അണ്ണാനാന്ന് തോന്നുന്നു. ചിൽ 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 നിനക്ക് കേൾക്കാതെ ഞാൻ നോക്കി സൗണ്ട് എന്താണെന്ന് കൊണ്ട് നോക്കിയപ്പോൾ ഉണ്ട് മുറ്റത്ത് വന്ന് ഇങ്ങനെ കിടക്കുക. അതിങ്ങനെ പെരക്കകത്തോട്ട് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ചേരയാണ്. കഴിഞ്ഞ ദിവസം ഈ ചേര ഞങ്ങളുടെ പെരക്കകത്ത് കയറി ഇറങ്ങിയിട്ട് പോയതാണ്. പക്ഷേ ഇത് ഉപദ്രവിക്കത്തൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തേക്കില്ല. പെട്ടെന്ന് ബാക്ക് ക്യാമറ ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ആദ്യം ഒന്നെടുത്തത് ഞാൻ പണ്ടൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. എനിക്ക് പേടിയായിരുന്നു അത് ഇഴഞ്ഞു പോവാം. പിന്നെ ഞാൻ കുറച്ച് മണലെടുത്ത് വാരി എറിഞ്ഞ് ഓടിച്ചു കേട്ടോ. ഓടി അത് ഒരു കല്ലിനിടയിലോട്ട് കയറുകയാണ്. പനിയും ചുമയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴുണ്ടാ ഇദ്ദേഹം ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുക കണ്ടോ. ഞാൻ കല്ലെടുത്തെറിഞ്ഞപ്പോഴത്തെ കല്ലല്ല മണലാണെന്ന പുത്തിനകത്തോട്ട് അത് കയറിപ്പോയേ. മൊത്തത്തോടെ കയറി വീണ്ടും ഞാൻ മണലാണ് മുറ്റത്തെടുത്ത് മണൽ വാരി എറിഞ്ഞ് അതകത്ത് കയറിപ്പോവാണ്. കുറേ കഴിഞ്ഞപ്പോൾ അതാ കണ്ടില്ലേ വീണ്ടും അത് ഇറങ്ങി വരണം. തല കണ്ട വെളിയിലോട്ടിട്ട് ആര് വില്ലുന്ന കണ്ടപ്പോൾ ഇറങ്ങി വരികയാണ്. ഞാൻ കുറച്ച് മണ്ണെണ്ണയൊക്കെ എടുത്ത് തളിച്ച് പേടി കയറിയിട്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചേരയ്ക്ക് ചേര ഉപദ്രവിക്കത്തില്ല. എല്ലാവരും പറയും ചേര ഉപദ്രവിക്കില്ലെന്ന്. പക്ഷേ ചേര ചുറ്റും കേട്ടോ. ചേര ചുറ്റുകയാണ് ചെയ്യുന്നത്. ഇത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ദേഹത്തേക്ക് ആഞ്ഞു ചുറ്റി വരി നമ്മുടെ എല്ലുകൾ ഒടിക്കും എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇണങ്ങി കഴിഞ്ഞാൽ നമ്മളിതിനെ ഉപദ്രവിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പരിസരത്ത് നിന്ന് മാറത്തില്ല. നമ്മൾ ഈ വേസ്റ്റൊക്കെ കളയോ മത്തിത്തലയോ മീൻതലയൊക്കെ ഇട്ട് കൊടുത്താണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വന്ന് കഴിക്കും, തിന്നുന്ന കാണാം. എന്നിട്ട് നമ്മൾ ഓടിച്ചുവിടുമ്പോൾ ഓടിപ്പോകുന്നേ ഉള്ളൂ. പിന്നെയും ആ ഏറിയില്ല. അതിനെ ഉപദ്രവിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്തൊന്നും മാറത്തില്ല. ഇതിന് എന്തൊക്കെയോ മനുഷ്യനുമായിട്ട് എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കാത്തൊരു വീട്ടിൽ കയറി വരേണ്ട കാര്യമുണ്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. പിന്നെ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. കണ്ടില്ലേ എത്ര നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ടാലും അങ്ങനെയാണ്. ചില സമയത്ത് കീരിയുണ്ട്. ചിലർ പറയും കീരിയുള്ളടുത്ത് പാമ്പ് വരത്തുള്ളത്. പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ചീരിയും പാമ്പും കീരിയും പാമ്പും എല്ലാം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമല്ല നീ ചേരാതെന്നാന്ന് തോന്നും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചോറിട്ടുകൊണ്ടിരിക്കുമ്പോൾ മരത്തിൻ്റെ മണ്ടയ്ക്കൂടെ കയറി ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലോട്ടും ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. ഇവരൊക്കെ ആസ്വദിക്കുകയാണ് ജീവിതം. നമ്മളൊക്കെയോ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ.